എന്തൊരു ചൂട്. ഇതെന്താ? ഇതാണോ? ഇത് കരാറല്ലേ? വാടക കരാർ? അല്ല, അത് മനസ്സിലായി. ഇത് കാണാൻ കൊണ്ടൊന്നല്ല. ഒപ്പിട്ടില്ലേ? ഒപ്പിടാൻ എന്നൊരു മൂടില്ല. ചേട്ടൻ ഇങ്ങനെ ഒരു ഗാനഗന്ധർവനാണെന്നുള്ള വിവരം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതിയോ? പോരാ പോരാ, അഭി അറിയണം, അറിയണം, സാം അറിയണം, അറിയണം, ചേച്ചി അറിയണം, അറിഞ്ഞിരിക്കും, നാട്ടുകാര് മൊത്തം അറിയിക്കും. അത് മാത്രല്ല, ചുമ്മാ ഒരു ഗായകനാണോ? അല്ലല്ലോ, ഒട്ടകത്തെ കെട്ടുന്ന നിത്യഹരിത പ്രണയ നായകനല്ലേ. ഒട്ടകത്തെ കെട്ടിക്കോ, പെട്ടുപോയാ ഞെട്ടിക്കോ, വട്ട വട്ട പൊട്ടുകാരി. അടിപൊളി അല്ലേ? അങ്ങനെ നമ്മുടെ പ്രീതി ചേച്ചിയുടെ പുതുമണവാളന്റെ പോസ്റ്റ് മാരേജ് പെർഫോമൻസ് അല്ലേ? പോസ്റ്റ് മാരേജ് പെർഫോമൻസ് ചിലപ്പോ പ്രീ ഡിവോഴ്സ് പെർഫോമൻസ് ആവാൻ സാധ്യത. ചിലപ്പോഴല്ല, ഉറപ്പായിട്ടും. വ്യക്തമായിട്ട് പറ. എന്റെ അടിപൊളി കാലമാണ്. നിങ്ങൾ അടിയന്തരാവസ്ഥ കാലമാക്കരുത്. എന്താ ആലോചിച്ചിരിക്കുക? ഞാനിങ്ങനെ ചുമ്മാ ജീവിതത്തെക്കുറിച്ച് ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. വലിയ കാര്യമൊന്നുമില്ല. ലഞ്ച് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു. ആകാശ് അന്വേഷണം പറയാൻ പറഞ്ഞു. സോ സ്വീറ്റ്. നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? ഞാനങ്ങനെ സിനിമയൊന്നും കാണാറില്ല. പിന്നെ ഇപ്പോൾ മിസ്സാകാൻ പാടില്ലാതെ സിനിമ ഏതെങ്കിലും തിയേറ്റർ കളിക്കുന്നുണ്ടോ? അറിയില്ല, നോക്കണം. സാമിന് ഇഷ്ടപ്പെട്ട ഹീറോയിൻ ആരാ? അയ്യോ, എനിക്ക് ഹീറോയിൻസിൻ്റെ പേരൊന്നും അങ്ങനെ അറിയില്ല. ആരുടെയും പേരറിയില്ലേ? അല്ല, ചില ആൾക്കാരുടെയൊക്കെ അറിയാം. ആരുടെയൊക്കെ? ഉർവശി, ശോഭന, മഞ്ജു വാര്യർ. പുതിയ ആൾക്കാരുടെ ഒന്നും പേരറിയില്ല? പുതിയത് ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ സിനിമയൊന്നും കാണാത്തതുകൊണ്ട്. അവനെ നമ്മുടെ അഭി വർക്ക് ചെയ്യുന്ന മൂവിയിലെ ഹീറോയിനാണ് പ്രമിത. ഞാൻ ആ കുട്ടിയുടെ സിനിമയൊന്നും കണ്ടിട്ടില്ല. പക്ഷെ അവിയുടെ സെറ്റിൽ ചെന്നപ്പോൾ അഭി പരിചയപ്പെടുത്തിയതാണ്. അഭി അവൾക്ക് വലിയ കാര്യമാണ്. അതുകൊണ്ട് അവിയുടെ ഫ്രണ്ടായിട്ടുള്ള എന്നെയും വലിയ കാര്യമാണ്. അല്ല, ഈ അസൂയക്ക് എങ്ങനെ ആൺപെൺ വ്യത്യാസമൊന്നുമില്ലല്ലേ? എന്തസൂയ? ആർക്കസൂയ? അങ്ങനെ ഇന്ന ആൾക്കൊന്നൊന്നുമില്ല. ഞാൻ അങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ തോന്നിയ ഒരു പോയിന്റ് ഇങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതിപ്പോ എന്തിനാ? ഒന്നുമില്ല, ഓരോന്നൊക്കെ ആലോചിച്ചപ്പോ ഒന്ന് തരാൻ തോന്നി. എന്നാലേ ഒരു കൈ അകലത്തിരുന്ന് ആലോചിച്ചോ. അതെ, ഈ പ്രമിതയായിട്ട് ഭയങ്കര കമ്പനിയാണോ? ഇത് എത്ര പേര് ചെയ്യുന്നുണ്ടറിയോ? ഒരുപാട് സംഭവമുണ്ട്. അതങ്ങനെ ഒരു പണിയുള്ള കേസൊന്നുമല്ല. ഇതിനെങ്ങനെയാ പൈസ ഉണ്ടാക്കുന്നത്? എടാ, പൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആൾക്കാർ കാണുന്നതിനനുസരിച്ചാണ് പൈസ വരുന്നത്. ഇത് ആരും കാണണ്ട, ഒരു കല വേണ്ടേ? അങ്ങനൊന്നുമില്ല. എടാ, ഈ പണ്ഡിതന്മാര് വരെ വീഡിയോ ചെയ്ത് പൈസ ഉണ്ടാക്കുന്നത്. അത് ശരിയാണ്. അല്ല, പിന്നെന്താണ്? എന്താണ് രണ്ടാളും കൂടെ കൂലങ്കഷമായ ഒരു ചർച്ച? അല്ല, ഞാൻ ഈ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നതിന്. ഏത് വീഡിയോ? അങ്ങനെ ഇന്ന വീഡിയോ ഒന്നുമില്ല. വീഡിയോ പരമാവധി ആളുകളെ കാണിക്കാന്നുള്ളതാണ് എന്റെ ഉദ്ദേശം. അതുവഴി ജോസഫേട്ടന് തന്നീർക്കാനുള്ള വാടകയൊക്കെ തന്നീർക്കാന്ന് പറയണ്ടായി. അതാണ് DIGയുടെ പ്ലാൻ. പൈസയിലൊക്കെ എന്ത് കാര്യം അല്ലേ? പൈസയിൽ കാര്യമില്ലായിരിക്കാം, പക്ഷെ പാട്ടിലൊക്കെ കാര്യമുണ്ടല്ലോ. അതേത് പാട്ട്? അയ്യോ, നീ ജോസഫേട്ടന്റെ പാട്ട് കണ്ടിട്ടില്ലേ? ഇല്ല. എടാ, അടാറൈറ്റല്ലേ അത്? ഡ്യുവറ്റ്. ജോസഫേട്ടൻ ഒറ്റക്ക് ഡ്യുവറ്റാ? ഒറ്റക്കല്ല, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. കാണിച്ചേ. ചുമ്മാ പറഞ്ഞാടാ. എന്റെ മോനിഞ്ഞ് വന്നേ. മോനാ? അന്ന് മിസ്റ്റർ എന്നെന്തോ. മിസ്റ്റർ എന്നുള്ളത് ബഹുമാനം ഉള്ളപ്പോ ചേർത്ത് വിളിക്കുന്നല്ലേ? ആണോ? അല്ല, വാടക കൂട്ടി. ഏത് വാടക? ആര് കൂട്ടി? എന്റെ മോനിഞ്ഞ വീഡിയോ. ഞാൻ വരാം. യൂട്യൂബ് നമ്മൾ മറന്നിട്ടില്ല. എന്താണ്? നീ എന്നെ കൊലക്ക് കൊടുക്കാൻ തന്നെ തീരുമാനിച്ചോ? അങ്ങനെ ഞാൻ ചെയ്യൂ. ഇത് നിന്റെ കാലാണെന്ന് കരുതി ഞാൻ ചോദിക്കാം. ഒന്ന് പോയി തരുമോ? എനിക്ക് കഴുത്തോട്. അപ്പൊ വാടക കൂട്ടാൻ പറഞ്ഞതാ. ഇപ്പൊ തരുന്നതിലും 1000 രൂപ കുറച്ച് നീ തന്നാ മതി. അല്ലേ വേണ്ട, ആ വീട് നിന്റെ പേർക്ക് എഴുതി തരാൻ ഞാൻ പറഞ്ഞു. അല്ല, അന്നെന്തോ 5-ാം തീയതി. എടാ, 5-ാം തീയതി 6-ാം തീയതി ഒക്കെ കണ്ടല്ലേ? നീ വീഡിയോ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യാം, പക്ഷെ അത് കഴിയുമ്പോൾ സ്വഭാവം മാറുമെന്നുള്ളതാണ്.
മരിച്ചാലും ഞാൻ മാറൂല. നീ എന്നെ കൊല്ലായിരുന്നാ മതി. അങ്ങനെയാണോ ഞാൻ ഡിലീറ്റ് ചെയ്യാം. എപ്പോ ചെയ്യും? കലണ്ടറിൽ നല്ലൊരു തീയതി നോക്കട്ടെ. മക്കളെ, ജോസഫിന്റെ ജീവിതം വെച്ച് കളിക്കലടാ. ഡിലീറ്റ് ചെയ്യടാ. ഹണിമൂൺ തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ ചേച്ചി ഒരു കൊലപാതകയാക്കല്ലടാ. ആലേക്കുള്ള